ഹലോ ഫ്രണ്ട്സ്, സ്വിറ്റ്സർലൻഡ് 2026 ജനുവരി മാസം പ്രക്ഷേപണം ചെയ്യുന്ന വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. അവതരണം ജോസ് വള്ളാടിയിൽ. ആദ്യം പ്രധാന വാർത്തകൾ. 2026 സ്വിറ്റ്സർലൻഡിൽ പ്രാബല്യത്തിലാകുന്ന നിയമവ്യവസ്ഥകൾ. സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് പദവിയിൽ ഗൈ പാർമേലിൻ. സൂറിച്ച് ലണ്ടൻ ട്രെയിൻ സർവീസ് നടപടികൾ പുരോഗമിക്കുന്നു. സൂറിച്ച് കന്റോൺ വിഭജനത്തിന് പെറ്റീഷൻ തയ്യാറാക്കുന്നു. അനീന പാറത്തലയ്ക്കൽ, റാണി ഡേവിസ് അരീക്കൽ മലയാളി സമൂഹത്തിൻ്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നിറഞ്ഞ പുതുവർഷം ആശംസിച്ചുകൊണ്ട് വാർത്തകൾ വിശദമായി നോക്കാം. 2026 ജനുവരി മുതൽ രാജ്യത്തെ ചില നിയമങ്ങളിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പ്രധാനപ്പെട്ടത് ഇവിടെ പരാമർശിക്കുകയാണ്. ഒരു വ്യക്തിയുടെ സ്വകാര്യ നിക്ഷേപത്തിൽ വരുന്ന 3A എന്ന ദ്രിറ്റസോയിലെ നാളിതുവരെ അതാത് വർഷങ്ങളിൽ തന്നെ നിക്ഷേപിക്കണമായിരുന്നു. എന്നാൽ 2025 മുതൽ മുൻകാല പ്രാബല്യം അനുവദിച്ചു. കഴിഞ്ഞ വർഷം തുക നിക്ഷേപിക്കാൻ പറ്റാതിരുന്നവർക്ക് ഈ വർഷം നിക്ഷേപം നടത്താൻ നിയമം അനുവദിക്കുന്നു. 2025 മുതലുള്ള മുൻകാല പ്രാബല്യമാണ് അനുവദിച്ചിട്ടുള്ളത്. 3A നിക്ഷേപം നികുതി വരുമാനത്തിൽ നിന്നും കുറയ്ക്കാൻ സാധിക്കും എന്നതാണ് പ്രധാന ആകർഷണം. ഒരു വർഷം പരമാവധി എത്ര വരെ അടയ്ക്കാമെന്ന് സർക്കാർ വ്യക്തമാക്കും. 2026 ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 7,258 ഫ്രാങ്കും, പെൻഷൻ നിക്ഷേപം ഇല്ലാത്ത സ്വകാര്യ സംരംഭകർക്ക് 36,288 ഫ്രാങ്ക് വരെയും 3A നിക്ഷേപം നടത്തുവാൻ അനുവാദമുണ്ട്. 13ാം അഹഫോ പെൻഷൻ 2026 മുതൽ ലഭ്യമാകുന്നതാണ്. ഡിസംബർ മാസത്തിലായിരിക്കും അധിക പെൻഷൻ ലഭ്യമാവുക. ദീർഘകാല ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ശേഷം ജനം വോട്ടിലൂടെ നേടിയതാണ് ഈ ആനുകൂല്യം. സ്ത്രീകളുടെ പെൻഷൻ പ്രായം ഘട്ടം ഘട്ടമായി 65 ഉയർത്തുക എന്ന നിയമപരിഷ്കരണം ജനം പാസ്സാക്കിയിരുന്നു. അതനുസരിച്ച് ഈ വർഷം പെൻഷനാകേണ്ട സ്ത്രീകൾ 6 മാസം കൂടുതലായി ജോലി ചെയ്യണം. 1962 ജനിച്ചവരാണ് ഈ ഗണത്തിൽ വരിക. 1963 ജനിച്ചവർ 2027 9 മാസം കൂടുതലായി ജോലി ചെയ്ത ശേഷം പെൻഷനാകും. 1964 ജനിച്ചവർ 65 വയസ്സിലായിരിക്കും പെൻഷനാവുക. 2028 മുതൽ സ്ത്രീ പുരുഷ പെൻഷൻ പ്രായം 65 എന്ന തുല്യതയിൽ ആകും. ഈ ജനുവരി മുതൽ രാജ്യത്ത് പുതിയൊരു ക്രിമിനൽ ശിക്ഷാ നിയമം പ്രാബല്യത്തിലാകുന്നു. സ്റ്റോക്കിംഗ് എന്നത് നാളിതുവരെ ശിക്ഷിക്കാവുന്ന കുറ്റമായി നിർവചിക്കപ്പെട്ടിരുന്നില്ല. ഒരു വ്യക്തിയെ വിദ്വേഷം, വെറുപ്പ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയ വഴിയോ അല്ലാതെയോ പിന്നാലെ നടന്ന് ദ്രോഹിക്കുന്നത് 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായി പുതിയ നിയമം പ്രാബല്യത്തിലായി. ഒരു വ്യക്തിയുടെ സമാധാനം തകർക്കുന്ന രീതിയിൽ സ്ഥിരമായി പിന്തുടരുക, സൈബർ ബുള്ളിയിങ് വഴി വേട്ടയാടുക, സന്ദേശങ്ങൾ സ്ഥിരമായി അയച്ച് ശല്യപ്പെടുത്തുക എന്നിങ്ങനെയുള്ള സ്റ്റോക്കിംഗ് ശിക്ഷാർഹമായിരിക്കുന്നു. കുറ്റം തെളിഞ്ഞാൽ 3 വർഷം വരെ തടവോ പിഴശിക്ഷയോ പ്രതിക്ക് ലഭിക്കുന്നതാണ്. നിർമ്മാണ മേഖലയിൽ ഉപഭോക്താവിന് അനുകൂലമായി 2026 മുതൽ നിയമ ഭേദഗതി ഉണ്ടായിരിക്കുന്നു. പുതിയ വീട് വാങ്ങുക, അറ്റകുറ്റപ്പണികൾ നടത്തുക, പുതുക്കി പണിയുക തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉപഭോക്താവിന് കൂടുതൽ അവകാശം ലഭിച്ചിരിക്കുകയാണ്. പണികൾക്ക് ശേഷം പോരായ്മയോ നിർമ്മാണ തകരാറുകളോ ഉണ്ടായാൽ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള സമയപരിധി 60 ദിവസം വരെ ആയിരിക്കും. ഇതിന് വ്യത്യസ്തമായി വ്യവസ്ഥകൾ ഉണ്ടാക്കുവാൻ നിർമ്മാതാവിന് അനുമതി ഉണ്ടായിരിക്കില്ല. പുതുതായി നിർമ്മിക്കുന്ന വീടുകളുടെ വാറണ്ടി പല സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ സബ് കോൺട്രാക്ടർമാർക്കോ നൽകി ഒഴിവാകുന്ന നിലവിലെ നടപടികൾ ഇനി അനുവദിക്കുന്നില്ല. എല്ലാ പോരായ്മകൾക്കും വാങ്ങുന്നവർ നിർമ്മിച്ചു നൽകുന്നയാളെ സമീപിച്ചാൽ മതി. സോളാർ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തുന്ന നിയമം ഈ വർഷം പ്രാബല്യത്തിലാകുന്നു. ആവശ്യത്തിൽ കൂടുതൽ സോളാർ വൈദ്യുതി ലഭിക്കുന്നുവെങ്കിൽ ആ പ്രദേശത്തെ വൈദ്യുതി വിതരണ കമ്പനിക്ക് നൽകാവുന്നതാണ്. നാളിതുവരെ അതിനുള്ള വ്യവസ്ഥകൾ സങ്കീർണമായിരുന്നു. നിശ്ചിത പണം നൽകി സ്ഥാപനം വൈദ്യുതി വാങ്ങുവാൻ നിയമം മൂലം വ്യവസ്ഥകൾ തയ്യാറാക്കിയിരിക്കുന്നു. ആരോഗ്യ മേഖലയിൽ ഡോക്ടറുടെ ഫീസ് വ്യവസ്ഥകൾ പരിഷ്കരിച്ച് ടാർഡോക് എന്ന സംവിധാനം 2026 മുതൽ പ്രാബല്യത്തിലായി. നാളിതുവരെ നിലനിന്നിരുന്നത് ടാർമെഡ് ആയിരുന്നു. ആരോഗ്യ മേഖലയിൽ എല്ലാ തലങ്ങളിലും
പുരോഗതി ഉണ്ടായതുകൊണ്ട് ഒരു രോഗിക്ക് വേണ്ടി പണ്ടത്തെ അപേക്ഷിച്ച് കുറച്ച് സമയം മാത്രം മതി എന്നാണ് സർക്കാർ നിലപാട്. അതുകൊണ്ട് ഡോക്ടറുടെ ബില്ലിൽ കുറവുണ്ടാകണം. എല്ലാ വശങ്ങളും പരിഗണിക്കാതെയുള്ള നിയമമാറ്റമാണിതെന്ന് ഡോക്ടർമാർ എതിർവാദം ഉന്നയിക്കുന്നുണ്ട്. 2026 ആണ്ടിലെ സ്വിറ്റ്സർലൻഡ് പ്രസിഡൻ്റായി ഗൈ പാർമെലിൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 246 അംഗങ്ങളാണ് സ്വിസ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലുമായുള്ളത്. സമ്മേളനത്തിൽ പങ്കെടുത്തവരിൽ 203 അംഗങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷവുമായി പ്രസിഡന്റ് പദവിയിൽ ഗൈ പാർമെലിൻ എത്തുകയാണ്. രാജ്യത്തെ ആകെയുള്ള 7 കേന്ദ്രമന്ത്രിമാരിൽ ഒരാളെയാണ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റ് പദവിയുടെ കാലാവധി 1 വർഷമാണ്. തൊട്ടടുത്ത വർഷം മറ്റൊരു കേന്ദ്രമന്ത്രി ഈ പദവിയിലെത്തും. കീഴ്വഴക്കപ്രകാരം മുൻ വർഷം വൈസ് പ്രസിഡൻ്റായിരുന്ന വ്യക്തിയാണ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുക. മറ്റു മന്ത്രിമാരെ പോലെ തൻ്റെ വകുപ്പ് ഭരിക്കുക എന്നതിൽ കൂടുതൽ അധികാരങ്ങൾ പ്രസിഡന്റിനില്ല. രാജ്യഭരണത്തിൻ്റെ കൂട്ടുത്തരവാദിത്വം ഫെഡറൽ കൗൺസിൽ എന്ന കേന്ദ്രമന്ത്രിസഭയ്ക്കാണ്. ഒരിക്കൽ പ്രസിഡൻ്റായ വ്യക്തിക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുവാൻ അവസരമുണ്ട്. ഗൈ പാർമെലിൻ 2021 പ്രസിഡന്റ് പദവി വഹിച്ചിട്ടുണ്ട്. 2026 വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മന്ത്രി ഇഗ്നാസിയോ കാസിസ് ആണ്. മന്ത്രിസഭയുടെ യോഗം ചേരുമ്പോൾ അധ്യക്ഷത വഹിക്കുക, ദേശീയ ദിനാഘോഷം, പുതുവർഷം തുടങ്ങിയ പ്രധാന ദിവസങ്ങളിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുക, അന്താരാഷ്ട്ര തലങ്ങളിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളാണ് അധിക ചുമതലയായി പ്രസിഡന്റിനുള്ളത്. 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്നത് കാറിൻ കെല്ലർ സൂട്ടർ ആയിരുന്നു. സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിൽ നിന്നും ഫ്രാൻസിലൂടെ ലണ്ടനിലേക്ക് ട്രെയിൻ സർവീസ് നടത്തുന്ന തീരുമാനത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് സ്വിസ് റെയിൽവേ. സൂറിച്ചിൽ നിന്ന് 6 മണിക്കൂറും ബാസിൽ നിന്ന് 5 മണിക്കൂറും കൊണ്ട് ട്രെയിൻ ലണ്ടനിലെത്തും. നിലവിൽ പാരീസിൽ നിന്നും ലണ്ടനിലേക്ക് യൂറോസ്റ്റാർ ഓടിയെത്തുന്നത് 2 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ടാണ്. 50.45 കിലോമീറ്റർ ദൈർഘ്യമുള്ള യൂറോ ടണലിലൂടെയാണ് യൂറോസ്റ്റാർ ട്രെയിൻ ഓടുന്നത്. ഇതിൽ 38 കിലോമീറ്റർ ഇംഗ്ലീഷ് ചാനലിൻ്റെ അടിയിലൂടെയാണെന്നതാണ് ഈ യാത്രയുടെ പ്രത്യേകത. യൂറോസ്റ്റാറുമായി സഹകരിച്ച് ലണ്ടനിലേക്ക് ട്രെയിൻ സർവീസ് നടത്താനാണ് സ്വിസ് റെയിൽവേ പദ്ധതി തയ്യാറാക്കുന്നത്. ഒരു ദിവസം 12,000 ആളുകൾ ഇംഗ്ലണ്ടിലേക്ക് സ്വിറ്റ്സർലൻഡിൽ വിവിധ എയർപോർട്ടുകളിൽ നിന്നും യാത്ര ചെയ്യുന്നുണ്ട്. സ്വിറ്റ്സർലൻഡിലെ റെയിൽവേ വകുപ്പ് ചുമതലയുള്ള മന്ത്രി ആൽബർട്ട് റോസ്റ്റി ഇംഗ്ലണ്ടിലെ മന്ത്രി ഹൈഡി അലക്സാണ്ടറുമായി കഴിഞ്ഞ മെയ് മാസം ഈ വിഷയത്തിൽ കരാർ തയ്യാറാക്കി കഴിഞ്ഞു. ഈ വർഷം നടപടികൾ പൂർത്തിയാക്കി 2027 മുതൽ ട്രെയിൻ സർവീസ് നടത്താനാകുമെന്ന് മന്ത്രി പ്രതീക്ഷിക്കുന്നു. ഇംഗ്ലണ്ട് യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലാത്തതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ പാസ്പോർട്ട് പരിശോധനകൾക്കായി പ്രത്യേക പ്ലാറ്റ്ഫോം സജ്ജമാക്കേണ്ടതുണ്ട്. Hello everybody, my name is Girish Aryan Gatal. Our homes are going to be powered by solar in the near future. There are 3 main reasons for it. Number 1, the government is supporting renewable energy. Number 2, people are looking to support Go Green initiative. Number 3, of course, the reduction in the electricity costs. Hello all, I am Gigi Palathanam. Buying a solar system is a long-term investment. We have launched SolarTech solution to serve you because we know each of you. We are easily accessible. We want to build a long-term relationship with you. Mijn naam is Antonio Colucci en ik arbeid voor de White Line SolarTech Solution. Hello, I'm Pedro. I'm working for White Line SolarTech Solution. We are committed to provide you best quality, Best service, best price. സൂറിച്ച് കന്റോൺ വിഭജിച്ച് 2 ഹാൽപ്പ് കന്റോൺ ആയി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പെറ്റീഷന് ഒപ്പുശേഖരണം ആരംഭിച്ചു. ബ്രെക്സിറ്റ് മോഡലിൽ സെക്സിറ്റ് എന്ന പേരിലാണ് സൂറിച്ച് സിറ്റി, സൂറിച്ച് എക്സിറ്റ് എന്ന ആവശ്യം ഉയർത്തുന്നത്. കുറേ കാലമായി നടക്കുന്ന റഫറണ്ടങ്ങളിൽ സൂറിച്ച് സിറ്റിയിലെ ജനങ്ങൾ ചിന്തിക്കുന്നതിന് വിരുദ്ധമായിട്ടാണ് കന്റോണിലെ ഇതര ലാൻഡ് ഗമൈൻഡുകൾ ചിന്തിക്കുന്നത്. സിറ്റിയിലെ പൗരന്മാരുടെ താൽപ്പര്യങ്ങൾക്ക് റഫറണ്ടങ്ങളിൽ ഭൂരിപക്ഷം കിട്ടാറില്ല. 160 ഗമൈൻഡുകൾ ഉള്ള സൂറിച്ചിൽ നവംബർ 30 നടന്ന മൊബിലിറ്റേറ്റ് ഇനിഷ്യേറ്റീവിൽ സൂറിച്ചും വിൻ്റർതൂറും ഒഴികെ 158 ഗമൈൻഡുകൾ അനുകൂലമായി വോട്ട് ചെയ്തതാണ് പെട്ടെന്നുള്ള പെറ്റീഷന് കാരണം. പാസ്സായ ഇനിഷ്യേറ്റീവ് പ്രകാരം പ്രധാന റോഡുകളിൽ ടെമ്പോ 30 ആക്കുന്നത് സംബന്ധിച്ച് ഗമൈൻഡേക്കുണ്ടായിരുന്ന അധികാരം ഇല്ലാതായി. ഈ കാര്യങ്ങൾ കന്റോണിൻ്റെ അധികാരപരിധിയിൽ വരികയാണ്. സിറ്റിയിലെ പ്രധാന റോഡുകളിൽ
ടെമ്പോ 30 ആക്കുന്നതിന് സിറ്റി ഗവൺമെൻറ് നടപടികൾ സ്വീകരിച്ചതാണ് ഇനിഷ്യേറ്റീവിന് കാരണമായത്. ഈ പെറ്റീഷന് പിന്നിൽ ഗ്രീൻ പാർട്ടിയുടെ മുൻ നിയമസഭാംഗമാണെങ്കിലും ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ അദ്ദേഹം പിന്നിൽ നിൽക്കുകയാണ്. ബാസൽ സിറ്റി ബാസൽ ലാൻഡ് മോഡലിൽ 2 ഹാഫ് കൻറ്റോണായി സൂറിച്ച് വിഭജിക്കപ്പെട്ടാൽ സൂറിച്ച് സിറ്റിക്ക് കൻറ്റോണിൻ്റേതായ അധികാരങ്ങൾ ലഭിക്കും. SP പാർട്ടിയുടെ ഗവൺമെൻറ് മെമ്പർ പാസ്കൽ ലാംബ്രെ കഴിഞ്ഞ വർഷം ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. നിലവിലെ ചർച്ചകളെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു. ജനഹിത പരിശോധനകളിൽ സിറ്റിയിലെ ജനങ്ങളും ഇതര ഗവൺമെൻറ്റുകളുടെ ജനങ്ങളും വ്യത്യസ്തമായി ചിന്തിക്കുന്നത് ആവർത്തനമായി മാറിയപ്പോഴാണ് വിഭജന ആശയം ഉടലെടുത്തത്. എന്നാൽ ഇത് നടപ്പിലാകുന്നത് അത്ര എളുപ്പമല്ല. കൻറ്റോൺ, കേന്ദ്രമന്ത്രിസഭ, പാർലമെൻറ്റ് എന്നീ തലങ്ങളിൽ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകണം. അന്തിമ തീരുമാനത്തിന് വോട്ടിലൂടെ ജനങ്ങളുടെ ഭൂരിപക്ഷവും ലഭിക്കണം. സൂറിച്ച് യൂണിവേഴ്സിറ്റി പൊളിറ്റിക്സ് വിഭാഗം പ്രൊഫസർ ദാനിയൽ കോബ്ലറുടെ അഭിപ്രായത്തിൽ ഇത്രയും കടമ്പകൾ കടന്ന് ഇത് പാസ്സാവുക എളുപ്പമല്ല എന്നാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ അവരുടെ സമയവും എനർജിയും പണവും പാഴാക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. ഈ വിഷയം ഈ വർഷം കൂടുതൽ ചർച്ചകളിൽ വരുമെന്ന് ഉറപ്പാണ്. ബാസൽ കൻറ്റോൺ വിഭജിക്കപ്പെട്ടത് 1833-ലാണ്. സിറ്റിയും ഇതര പ്രദേശങ്ങളും തമ്മിലുള്ള ശക്തമായ അന്തരങ്ങളായിരുന്നു കാരണമായത്. രക്തരൂക്ഷിത കലാപങ്ങൾക്ക് ശേഷമാണ് ബാസൽ വിഭജിക്കപ്പെട്ടത്. യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങൾ സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലൂടെ യൂറോപ്പിൽ പ്രവർത്തിക്കുന്ന ക്രിമിനൽ മാഫിയ സംഘങ്ങളുടെ ഡാറ്റ തയ്യാറാക്കി. അത്യാധുനിക സംവിധാനങ്ങളിലൂടെ പ്രൊഫഷണലായി കുറ്റകൃത്യങ്ങൾ നടത്തുന്ന 821 ക്രിമിനൽ ബാൻഡുകളാണ് യൂറോപ്പിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സൈബർ കുറ്റങ്ങൾ, മനുഷ്യക്കടത്ത്, മോഷണം എന്നീ മേഖലകളാണ് ഇവർക്ക് താൽപ്പര്യം. സ്വിറ്റ്സർലൻഡിൽ പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നതും സൈബർ കുറ്റങ്ങൾ, മയക്കുമരുന്ന്, മോഷണം എന്നിവയാണ്. രാജ്യത്ത് കൂടുതൽ മോഷണം നടക്കുന്നത് വിൻ്റർ മാസങ്ങളിൽ, പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിലാണ്. രാജ്യാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് കൂടുതൽ മോഷണം നടക്കുന്നത്. കൊള്ളയ്ക്ക് ശേഷം മിനിറ്റുകൾ കൊണ്ട് രാജ്യാതിർത്തി കടക്കുക എന്നതാണ് തന്ത്രം. കൂടുതൽ മോഷണം നടക്കുന്നത് സോൾത്തുൺ കൻറ്റോണിലാണെന്ന് കണക്കുകൾ പറയുന്നു. കഴിഞ്ഞ വർഷം 46,070 മോഷണങ്ങൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനം തടയുന്നതിനായി സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി ബയാറ്റ് യാൻസ് അറിയിച്ചു. ഫെഡറൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പുതിയതായി 200 പേരെ നിയമിക്കുന്നതാണ്. മോഷണവും ഭവനഭേദനവും തടയുന്നതിന് ജനങ്ങളും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് അറിയിക്കുന്നു. വീടുകൾ പൂട്ടുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ജനലുകൾ ഭാഗികമായി തുറന്നിട്ട ശേഷം പുറത്തു പോകാതിരിക്കുക. ചില മുറികളിൽ ലൈറ്റ് നിശ്ചിത സമയം ഇടയ്ക്കിടെ കത്തുന്നതിനുള്ള ടൈമർ സംവിധാനം ഏർപ്പെടുത്തുക. അയൽപക്കവുമായി നല്ല ബന്ധം സൂക്ഷിക്കുക. വീട്ടിൽ ഇല്ല എന്ന വിവരം സോഷ്യൽ മീഡിയ വഴി പരസ്യപ്പെടുത്താതിരിക്കുക. താക്കോൽ പൂച്ചട്ടികളിലും മറ്റും സൂക്ഷിക്കാതിരിക്കുക എന്നീ നിർദ്ദേശങ്ങളാണ് പോലീസ് നൽകുന്നത്. പ്രിയപ്പെട്ടവരുടെ നെഞ്ചു പിളർത്തിയ ഒരു വിടവാങ്ങലിന് ഡിസംബർ മാസം സാക്ഷിയായി. സ്വപ്നങ്ങളുടെ ചിറകിലേറി ജീവിതത്തിൻ്റെ പുതിയ പാതയിലേക്ക് നടന്നു തുടങ്ങിയ അനീന പാറത്തലയ്ക്കൽ കണ്ണീരോർമ്മയായി. ഡിസംബർ 11-ന് സൂറിച്ച് ഊസ്ത്രയിൽ നടന്ന വാഹനാപകടമാണ് അനീനയുടെ ജീവനെടുത്തത്. ഡിസംബർ 17-ന് വെറ്റ്സിക്കോൺ ചാപ്പലിലും സിമിത്തേരിയിലുമായി ഫാദർ വർഗീസ് നടക്കലിൻ്റെ കാർമ്മികത്വത്തിൽ അന്ത്യകർമ്മങ്ങൾ നടന്നു. വിടവാങ്ങൽ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനുമായി സ്വിറ്റ്സർലൻഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനേകം പേർ എത്തിയിരുന്നു. വാക്കുകൾക്കതീതമാണ് ആ കുടുംബത്തിൻ്റെ വേദന. കണ്ടു തീരാത്ത സ്വപ്നങ്ങളും പറഞ്ഞു തീരാത്ത വിശേഷങ്ങളും ബാക്കി വെച്ച് അനീന മോൾ മടങ്ങുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് നൽകുവാൻ ആശ്വാസവാക്കുകളില്ലാതെ വിങ്ങുകയാണ് മലയാളി സമൂഹം. വിധി കവർന്നെടുത്തത് വരും കാലത്തിൻ്റെ വലിയൊരു വാഗ്ദാനത്തെയാണ്. കണ്ണുനീരോടെയല്ലാതെ ആർക്കും ആ മുഖം ഓർത്തെടുക്കാനാവില്ല. പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകൾക്കും സ്നേഹത്തിനും കാത്തു നിൽക്കാതെ ഓർമ്മകളുടെ സുഗന്ധം മാത്രം ബാക്കിയാക്കി അവൾ യാത്രയായിരിക്കുന്നു. ആ ചിരി ഇനി ഓർമ്മകളിൽ മാത്രം. ദുഃഖത്തിലും വേദനയിലും കഴിയുന്ന മാതാപിതാക്കൾ ജെസ്സി, ബിജു, സഹോദരി അനീഷ, സഹോദരി ഭർത്താവ് മാർക്ക്, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ എന്നിവരോട് സ്വിസ് മലയാളി സമൂഹത്തോടൊപ്പം ചേർന്ന് ഹലോഫൻസ് കൂട്ടായ്മ അനുശോചനം അറിയിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഡിസംബർ 11-ന് വാഹനാപകടത്തിൽ വിടവാങ്ങിയ അനീന പാറത്തലയ്ക്കൽ അനുശോചനവും ആദരാഞ്ജലികളും അർപ്പിക്കുന്നതിന് കലാസാംസ്കാരിക സംഘടനയായ ബി ഫ്രണ്ട്സിൻ്റെ നേതൃത്വത്തിൽ സൂറിച്ച് സ്റ്റൈൻമവറിൽ വിവിധ സംഘടനകളെ പങ്കെടുപ്പിച്ച് യോഗം നടന്നു. അനുശോചന യോഗത്തിൽ പങ്കെടുത്തവർ പാറത്തലയ്ക്കൽ കുടുംബവുമായും അനീനയുമായും തങ്ങൾക്കുള്ള ആഴമേറിയ ബന്ധങ്ങളും
ഹൃദയസ്പർശിയായ അനുഭവങ്ങളും പങ്കുവച്ചു. ബി ഫ്രണ്ട്സിൻ്റെ കലാപരിപാടികളിലും ഇതര സംഘടനകളുടെ വേദികളിലും അനീനമോൾ സജീവ സാന്നിധ്യമായിരുന്നു. ബി ഫ്രണ്ട്സ് പ്രസിഡന്റ് ലൂസി വേഴപ്പറമ്പിൽ അനുശോചന പ്രസംഗം നടത്തി. തുടർന്ന് വിവിധ സംഘടനകളുടെ ഭാരവാഹികളും പ്രതിനിധികളുമായി എത്തിയ ജിജിൻ രാജഗോപാലൻ, ജോസഫ് പാറകണ്ണിൽ, പ്രദീപ് തെക്കോട്ടിൽ, ലിവിങ്സ്റ്റൺ തുണ്ടിയിൽ, ബാബു വേദാനി, വിൻസെൻ്റ് പറയന്നിലം, അപ്പച്ചൻ ചേന്നമ്പറമ്പിൽ, മോഹൻ ഫിലിപ്പ്, ബോബ് തടത്തിൽ, ജോസ് പെല്ലിശ്ശേരി, ഷലിം വലിയ വീട്ടിൽ, ടോമി തൊണ്ടാങ്കുഴി, ബിന്നി വേങ്ങാപ്പള്ളിൽ, ദീപു ഉള്ളാട്ടിൽ, സണ്ണി മാങ്കുടിയിൽ എന്നിവർ അനുശോചനം അറിയിച്ചു. അനീനയുടെ വിടവാങ്ങലോടനുബന്ധിച്ച് ബി ഫ്രണ്ട്സ് അന്നേ ദിവസം നടത്തുവാരുന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗം മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. സ്വിസ് മലയാളി സമൂഹത്തിന് ദുഃഖം നൽകി മറ്റൊരു വേർപാട് കൂടി ഡിസംബറിൽ സംഭവിച്ചു. ലാങ്കന്താൾ സ്വദേശിയായിരുന്ന റാണി അരീക്കൽ ഡിസംബർ 17 വിട പറഞ്ഞു. ബേൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയായ കേരള സമാജം പ്രസിഡന്റ് ഡേവിസ് അരീക്കലിൻ്റെ ഭാര്യയാണ് റാണി. ആതുര സേവന മേഖലയിൽ ദീർഘകാലം ജോലി ചെയ്ത റാണി കുറച്ച് നാളുകളായി അസുഖബാധിതയായിരുന്നു. അങ്കമാലി ഗോപുരത്തങ്ങൽ കുടുംബാംഗമാണ് പരേത. ഡിസംബർ 22 ബന്ധുമിത്രാദികളുടെ സാന്നിധ്യത്തിൽ സംസ്കാര കർമ്മങ്ങൾ നടന്നു. റാണിയുടെ വേർപാടിൽ ദുഃഖാർത്തരായ പ്രിയ ഭർത്താവ് ഡേവീസ്, മക്കൾ ആൻസി, ദിനിയ, മരുമക്കൾ സാൻജോ ചാമക്കാല, ജെറി കൊച്ചാട്ട്, ബന്ധുമിത്രാദികൾ എന്നിവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ഹലോ ഫ്രണ്ട്സ് കൂട്ടായ്മ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. അർഹതപ്പെട്ടവരെ സഹായിക്കുന്നതിന് വലിയ ഹൃദയവിശാലത കാണിക്കുന്നവരാണ് സ്വിസ് ജനത. തുടർച്ചയായ 5-ാം വർഷവും 2 ബില്യണിനുമേൽ സ്വിസ് ഫ്രാങ്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതിനായി സംഭാവന നൽകി. ശരാശരി കണക്ക് നോക്കിയാൽ ഒരു കുടുംബം ഒരു വർഷം 300 ഫ്രാങ്ക് വീതം നൽകുന്നതായി കണക്കാക്കാം. രാജ്യത്തെ 82% കുടുംബങ്ങളും സംഭാവന നൽകിയിട്ടുണ്ടെന്ന് ചാരിറ്റി സംഘടനകൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്ന സ്ഥാപനമായ സേവോ അറിയിച്ചു. സംഭാവനകൾ 70% വ്യക്തികളും ബാക്കി 30% സ്ഥാപനങ്ങളുമാണ് നൽകിയത്. സ്വിറ്റ്സർലൻഡിലെ ചാരിറ്റി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് പ്രകടമാകുന്നത്. സേവോ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്ന 500ഓളം ചാരിറ്റി പ്രസ്ഥാനങ്ങൾ രാജ്യത്തുണ്ട്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ.